എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് അർച്ചന കൂടി ചേരുന്നുണ്ട്. അർച്ചന, ഗുഡ് മോർണിംഗ്. എന്താണ് നിലവിൽ എറണാകുളത്തെ ഒരു സ്ഥിതി? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, എറണാകുളത്തെ പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ണമാലിയിലൊക്കെ നിരവധി വീടുകളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉമാ, തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇത്തരത്തിൽ കണ്ണമാലിയിലെ നിരവധി വീടുകളിലാണ് വെള്ളം കയറുകയും നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തത്. ഇപ്പോൾ വേലി ഇറക്കം സംഭവിച്ചതോടുകൂടി വെള്ളം അല്പം താണിട്ടുണ്ടെങ്കിലും നാശനഷ്ടം വളരെ വലുതാണ്. വീടുകളൊക്കെ ഇത്തരത്തിൽ നശിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, ചെല്ലാനത്തെ ടെട്രാപോഡ് നിർമ്മാണം പൂർത്തിയായതോടുകൂടി LDF സർക്കാർ കഴിഞ്ഞ തവണത്തെ LDF സർക്കാർ അത് പൂർത്തിയാക്കിയതോടെ അവിടുത്തെ ജനങ്ങൾ സുരക്ഷിതമാണ്. ഇന്ന് അവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം. പക്ഷേ കണ്ണമാലിയിലേക്ക് വരുമ്പോൾ സ്ഥിതി അതല്ല. പല വീടുകളിലും ഇത്തരത്തിൽ വെള്ളം കയറുന്നു, തിരമാലകൾ അടിച്ച് വീടുകളിലേക്ക് കയറുന്ന അവസ്ഥയാണ്. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതാണ്. നമ്മൾ ഈ ജിയോ ബാഗ് അടക്കം ഇങ്ങോട്ടേക്ക് തെറിച്ച് വന്ന സാഹചര്യമാണ്. അത്തരത്തിൽ ഉറങ്ങാൻ കഴിയാതെ, സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ വീടുകളിലൊക്കെ വെള്ളം നിറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ വേലി ഇറങ്ങിയതോടുകൂടി വെള്ളം അല്പം താണിട്ടുണ്ടെങ്കിലും ഒരു 12 മണിയാകുന്നതോടുകൂടി വീണ്ടും ഇത്തരത്തിൽ വേലി കയറ്റമാകും. അപ്പോഴേക്കും വീണ്ടും കടൽ ഇത്തരത്തിൽ രൂക്ഷമായി ഇങ്ങോട്ടേക്ക് അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇവിടുത്തെ വീട്ടിലെ ആളുകളൊക്കെ രാവിലെ മുതൽ ഇതൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലാണ്. കാരണം ഇനിയും ഉച്ചയോടുകൂടി ഇത്തരത്തിൽ കടലാക്രമണം രൂക്ഷമാകുമ്പോൾ വീണ്ടും ഇത്തരത്തിൽ വെള്ളം കയറും. അങ്ങനെ പൂർണ്ണമായും ദുരിതത്തിലായിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ചേച്ചി, ഇപ്പോൾ ഇവിടെ എല്ലാം വെള്ളമായിരുന്നു അല്ലേ? കിടക്കണണ്ട പെരടാവൊക്കെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇനി ഇത്തിരി കഴിയുമ്പോൾ തന്നെ കടൽ ഇനിയും വരുമല്ല. അപ്പം ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഇനി അത് കാരണം ഒന്നും ചെയ്യാണ്ടിട്ടേക്കണേണ്. വെള്ളം കോരിക്കോരി മതിയായി. ഇത് പെരടാവത്തൊക്കെ കിടക്ക വേണ്ട, ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഞങ്ങളവിടെ ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് പോകാനാണ് പറഞ്ഞത്. അത് എത്ര ദിവസം നിൽക്കാൻ പറ്റും? ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടല്ലേ വലുത്. ദുരിതാശ്വാസ ക്യാമ്പ് ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും പോരണ്ടേ? അത് കാരണം ഞങ്ങൾ ഇന്നലെ MLA വന്നിട്ടും പറഞ്ഞ് അങ്ങാട് ദുരിതാശ്വാസം, ഞാനെങ്ങനെ നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങളെ ഇട്ടിട്ട് ഇവിടെ കിടത്തിയിട്ട് പോകും, അത് നിങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് വാ എന്ന് നിർബന്ധിക്കണമായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങളുടെ വീടല്ലേ വലുത്. അത് കാരണം ഞങ്ങൾ പോകാണ്ടിരിക്കണേ ഇവിടെ തന്നെ. കഴിഞ്ഞാൽ വീണ്ടും രൂക്ഷമാവും. വരും കുറച്ച് നേരം കഴിയുമ്പോൾ ഇനി വരും. ഒരു 11 മണി കഴിയുമ്പോൾ തുടങ്ങണേ നിങ്ങൾ. അത് 4 മണി വരെ ഉണ്ടാവും. പിന്നെ ഇന്നലെ 4 മണി കഴിയുമ്പോൾ ഇന്ന് 5 മണി വരെ ഉണ്ടാവും. ചെല്ലാനൊക്കെ സുരക്ഷിതമാണ് ഇപ്പോൾ. പക്ഷേ ടെട്രാപോഡ് ഇങ്ങോട്ടേക്ക് നിർമ്മിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കടന്നു. പക്ഷേ ഇപ്പോൾ അട്ടിയാലെ മറിഞ്ഞ് വീണ് കിടക്കണേനല്ല. ജിയോ വേവ് വെച്ചിട്ട് ഒരു ഉപകാരവുമില്ല. അട്ടിയാലെ മറിഞ്ഞ് വീണ് കിടക്കണ കാരണം ജിയോ വേവ് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അതേപോലെ ഇങ്ങോട്ട് വെള്ളം വീണ്ടിരിക്കണേല്ലേ, കല്ലേ വന്നടിക്കണ പോലെയല്ല ജിയോ വേഗയിൽ. ഞങ്ങളുടെ മുറ്റമൊക്കെ കിടക്കണ കണ്ട, പെരടാവൊക്കെ കണ്ട, ബാത്റൂമിലൊന്നും പോകാൻ പറ്റണില്ല. നമ്മൾ ദുരിതാശ്വാസം പോകുമ്പോൾ എത്ര ദിവസം നിൽക്കോടാ? അതിനൊക്കെ ഒരു പരിധിയില്ലേ? നമുക്ക് നമ്മുടെ വീടല്ലേ വലുത്. കാരണം ഓരോരുത്തരും പോകാണ്ട് ഇവിടെ തന്നെ നിൽക്കണേ. ഇന്നലെ രാത്രി കിടന്നിട്ട് ഉറങ്ങിയിട്ടില്ല. എങ്ങനെ നമ്മൾ രാത്രിയും കടൽ കയറുമെന്നല്ലേ പറയണ? എങ്ങനെ കിടന്ന് ഉറങ്ങും? അത് കാരണം ഒരു സമാധാനം ഇല്ലാണ്ട് ജീവിക്കണേണ്. ഒട്ടും പറ്റണില്ല കിടക്കാനായിട്ട്. ഇതാണ് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ. ഉറങ്ങാൻ കഴിയാതെ അവർ നേരെ വെളുപ്പിക്കുകയാണ്. അത്തരത്തിലൊരു ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ജിയോ ബാഗൊക്കെ പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് അടിച്ച് കയറി തിരമാലകൾ ഇങ്ങോട്ടേക്ക് കയറുകയാണ്. കടൽ പൂർണ്ണമായും വീടുകളിലേക്ക് കയറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവിടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയത്. ഇവിടെ ഓരോ വീടുകളിലും ഇത്തരത്തിൽ രാവിലെ മുതൽ പാചകം ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിനൊന്നും കഴിയാത്തൊരവസ്ഥയാണ്. ചേച്ചി, ഇവിടെയൊക്കെ പോലും ഏറ്റല്ല, നമുക്ക് ബാത്റൂമൊക്കെ എല്ലാം നാശമായി കിടക്കുകയാണ്. എല്ലാ വർഷവും ഇത് തന്നെ. പിന്നെ ഞങ്ങൾക്കൊരു സമാധാനമുള്ള, ഇന്നലെ ആ സ്പോട്ടിൽ തന്നെ MLA വന്ന് കണ്ട് അടുത്ത വർഷമെങ്കിലും നിങ്ങളിത് അനുഭവിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പ് തന്നിട്ട് പോയിട്ടുണ്ട്. ഇത്രയും നാൾ വരെ നമ്മൾ നോക്കാൻ പോലും ഒരാളും വരില്ല ഈ കഷ്ടം അനുഭവിക്കുമ്പോൾ. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർ വന്ന് എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് പോകുന്നല്ലാതെ ഇന്നലെ മെമ്പറും MLA ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് എല്ലായിടത്തു നിന്ന് ഇന്നലെ അവർ ആ സമയത്ത് വന്ന് കണ്ടപ്പോൾ നമുക്ക് അത്രയും ഒരു സമാധാനം. 12 മണിയാകുമ്പോൾ വീണ്ടും കടൽ ഇന്ന് കയറും. എന്നാലും ഇന്നലത്തെ കടലിൻ്റെ ലക്ഷണം കാണുമ്പോൾ ഇന്നലത്തെ അത്രയും ശക്തമാവില്ല. ഇന്നലെ നമുക്ക് മിന്നാന്ന് രാത്രി തൊട്ട് ആ കാറ്റ് കണ്ടപ്പോഴത്തേനും ഇന്നലെ കാലത്തെ കാണുമ്പോഴത്തേനും അറിയാം ഉച്ചയാകുമ്പോൾ ശക്തമാണ്. ഇന്നിപ്പോൾ അത്രയും ഇല്ല, കടൽ ശാന്തമായിട്ടുണ്ട്. കയറും, എന്നാലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നാമത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പോകാൻ ജീവിതം എല്ലാം പറ്റി മാറ്റി രാത്രി നിൽക്കാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് മണ്ണ് വന്നിട്ട് പൊങ്ങി പണ്ടാരോട് ഉപയോഗിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്ന പാത്രമാണത്. ഭാഗത്തൊക്കെ ഇപ്പോൾ ചെല്ലാനത്തൊക്കെ ടെട്രാപോഡ് വന്നല്ലോ. അപ്പോൾ ഇവിടെ ടെട്രാപോഡ് പക്ഷേ ഒന്നും ആയിട്ടില്ല. ഇല്ല, ഇവിടെ വന്നിട്ടില്ല. വരുമെന്ന് പറയണ്, പാസ് വരണമെന്ന് പറയണു. വന്നാൽ രക്ഷപ്പെടും. അല്ല പിന്നെ ഇത് തന്നെ സ്ഥിതിയായിരിക്കും അടുത്ത പ്രാവശ്യം. എല്ലാ പ്രാവശ്യം ഇത് തന്നെ സ്ഥിതിയായിരിക്കും. ഇത് കല്ല് ഇപ്പോൾ കംപ്ലീറ്റ് നിറഞ്ഞു പോയില്ലേ? അല്ല, ചാക്കിലടിഞ്ഞ് ഇങ്ങോട്ട് പോയി ഒറ്റയടിക്കാൻ എല്ലാം മറിഞ്ഞിപ്പോൾ തട്ട് വീണ് അതെല്ലാം പോകും. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അതിനുശേഷം ഒരു കല്ല് പോലും ഇവിടെ ചെയ്തിട്ടില്ല.
ഞങ്ങളന്ന് സ്ഥലം മേടിക്കാനുള്ള സമയത്ത് കാണാൻ വരുമ്പോൾ ഇവിടെ കല്ലടിക്കണേ അല്ലാതെ അതിനുശേഷം ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല. ഇടയ്ക്ക് ആ കല്ലിൻ്റെ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്തെങ്കിൽ ഇത്രയും ദുരിതം ഞങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ വലിയ ദുരിതത്തിൽ തന്നെയാണ്. എന്തായാലും ഈ കണ്ണമാലി പ്രദേശത്തൊക്കെ 2ാം ഘട്ട ടെട്രാപ്പോഡാണ്, അത് കഴിഞ്ഞ സർക്കാർ അനുവദിച്ചതാണ്. പക്ഷേ പുതിയ സർക്കാർ അതിനുള്ള നീക്കുപോക്കുകളൊന്നും നടത്തിയിട്ടില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചെല്ലാനത്ത് 1ാം ഘട്ടം പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്, അവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണ്. പക്ഷേ 2ാം ഘട്ടം നേരത്തെ അനുവദിച്ചെങ്കിലും അതിനുള്ള തുക 404 കോടി രൂപ 2ാം ഘട്ടത്തിന് അനുവദിച്ചതാണ്. അത് 6.1 കിലോമീറ്ററാണ്, ഈ കണ്ണമാലി ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് അതെല്ലാം പെടുന്നത്. പക്ഷേ അതിൽ തുടർന്നുള്ള വന്ന സർക്കാർ അതിൽ നീക്കുപോക്കുകളൊന്നും നടത്തിയിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തായാലും ജനങ്ങൾ ഇനിയും ഈ ദുരിതം എത്ര കാലം അനുഭവിക്കേണ്ടി വരും എന്നൊരു ചോദ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇനി 12 മണിയോടുകൂടി വീണ്ടും കടൽ കയറും എന്നൊരു ആശങ്കയും അവർക്കുണ്ട്.